എന്താ? ഞാൻ ആപ്ലിക്കേഷൻ പിന്നെ സമർപ്പിച്ചോളാം. പൊടിയാടി. സാറേ, അമ്പികേ, അല്ല ഞാൻ വർമ്മ സാറിനെ കാണാൻ വന്നതാ. ആ തോക്കിന്റെ കാര്യം പറയാ. അല്ല, ഇതാര്? മുണ്ടക്കലമ്മയോ? അല്ല, മണ്ടക്കാട്ട് ഭഗവതി. ദേ, എന്റെ തലയിലിട്ട് ബീഫ് ഒലത്തരുതേ. മുണ്ടക്കലമ്മ വന്നതേ ഞാൻ കണ്ടില്ല. പേടിച്ചിട്ടെന്റെ പേര് മാറിപ്പോയോ? ഞാൻ വെണ്ടയ്ക്ക കത്തിരിക്കൊന്നും അല്ല, മുണ്ടക്കലമ്മ. മുണ്ടക്കലമ്മ വിളിച്ചതേ ഞാൻ കേട്ടില്ല. ഓ, എന്താന്നറിയില്ല, 2-3 ദിവസമായിട്ടെ എനിക്ക് ചെവി ശരിക്കും കേട്ടൂടാ. നിന്റെ ചെവിയില് ഇറാൻകാരി ഒന്ന് ബോംബിട്ടായിരിക്കും. വെറുതെ വഴക്കിടല്ലേ മുണ്ടക്കലമ്മേ. നീ കള്ളന് കഞ്ഞി വെച്ചതിന്റെ കഷണ്ടി തലയില് ബറോട്ട അടിച്ചവളാണെന്ന് എനിക്കറിയാം. എന്നാലേ എനിക്കിട്ടത് വേണ്ട. ഒരു ഓട്ടം തുള്ളലുകാരനായിട്ട് ജീവിതകാലം മുഴുവൻ തുള്ളിച്ചവളാ ഞാൻ. എനിക്ക് ഒരു 50,000 എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതാ. അക്കൗണ്ടിലേക്ക് ഇട്ടതാ. കഴിഞ്ഞ ദിവസമില്ല ഞാൻ 50 തന്നേ. ഓ, ഈ 50,000-ഒന്നും കിട്ടില്ല അമ്പികേ. റൈസ് ഫ്രൂട്ടിനൊക്കെ എന്താ വിലയെന്നറിയാമോ? എനിക്കാണെങ്കിൽ ഈത്തപ്പഴവും കിവിയും പിസ്തയൊന്നും ഇല്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. ഓ, എപ്പോഴും കാശ് ചോദിച്ചാലേ ഞാൻ എവിടുന്ന് എടുത്ത് തരാനാ? വേണ്ട, തരണ്ട. ഞാൻ ആ തോക്കിന്റെ കാര്യം എല്ലാരോടും വിളിച്ചു പറയാം. അതിന് ഞാൻ ക്യാഷ് തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ഇത് ഇവരുടെ കൊലപാതകത്തിൽ തീരും. രൂപ ഞാൻ ഇട്ടിട്ടുണ്ട്. ദേ, ഇനി മേലാൽ എന്നോട് കാശ് ചോദിക്കരുത്. ആഹാ, അതെന്ത് വർത്താനോ ഈ പറയുന്നേ? ഞാൻ എന്റെ മരണം വരെ ചോദിച്ചോണ്ടിരിക്കും. നീയേ ദുബായിലിട്ട് എന്നെ വട്ടം കറക്കിയവളാണ്. അതെ അതെ, അന്ന് വല്യമ്മയുടെ ആ തമാശ കേട്ടേ എല്ലാവരും ചിരിച്ച് വട്ടം കറങ്ങി. അല്ല, ഇതാര് കലാമുണ്ടല്ലോ, ഇതെപ്പോ വന്നു? അത് ഗൾഫിലാകെ പ്രശ്നങ്ങളാ. അതുകൊണ്ട് തൽക്കാലം ഞാനിഞ്ഞു പോന്ന്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്തു പറ്റി വല്യമ്മേ? വല്യമ്മ കാര്യം പറയേ. എനിക്കൊരു സീറ്റ് വേണം. സീറ്റോ? സകല ഊളകൾക്കും കയറി തെരഞ്ഞെടുപ്പിൽ നിൽക്കാലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ മാറുന്നത്? വേണ്ട, എല്ലാവരെയും ഭരിച്ച് നല്ല ശീലമുണ്ട്. ആ ഭരണമല്ല അളിയന്റെ അമ്മേ, ഈ ഭരണം. എന്തായാലും ഭരണമാണ്. ഈ നിൽക്കുന്ന അംബികയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയാകാമെങ്കിൽ എനിക്ക് കേന്ദ്രമന്ത്രിയാകാം. അതിന് സാർ എന്നെ ഒന്ന് സഹായിക്കണം. സോറി വല്യമ്മേ, സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർണ്ണമായി പോയി. നമുക്കിനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കാം. മോളെ, എന്താ വല്യമ്മയെ വിളിച്ചോണ്ട് പോയി കോഫി കൊടുക്ക. വല്യമ്മേ. എല്ലാരും ഉണ്ടല്ലോ. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. പ്രകാശ് എടാ, ഒന്നിങ്ങി വന്നേ. എടാ, ഈ അനന്തംപിള്ള ഏത് മണ്ഡലത്തിലാ മത്സരിക്കുന്നേ? മാടപ്പള്ളി നിയോജക മണ്ഡലത്തിലെ. എടാ, അത് പ്രതാപവർമ്മ സാറിന്റെ മണ്ഡലമല്ലേ? അതെ, വർമ്മ സാറിനെതിരായിട്ടാണ് അനന്തംപിള്ള മത്സരിക്കുന്നത്. അപ്പൊ ആ പോയ രുക്മിണിയുടെ മകൾ ശ്രീലക്ഷ്മിയോ? ശ്രീലക്ഷ്മി പൊൻകുന്നു സദാശിവനെതിരായിട്ടാ. അപ്പൊ 8 നിലയിലല്ല, 16 നിലയിൽ പൊട്ടും. ആദ്യം ശ്രീലക്ഷ്മി പത്രിക സമർപ്പിച്ചോളൂ. ഞാന് രണ്ടാമത് കൊടുത്തോളാം.
ആരാണ് പ്രപ്പോസർ? ഞാനാണ് മാഡം. ഷീ ഈസ് മൈ പ്രപ്പോസർ. ഷീ ഹാസ് സൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് മൈ നോമിനേഷൻ. നിങ്ങൾ ഈ മണ്ഡലത്തിലെ വോട്ടറല്ലേ? അതെ മാഡം. വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരുണ്ടല്ലോ, ഉണ്ട് മാഡം. വെരിഫൈ ചെയ്യാം. ഓക്കെ ആണ് മാഡം. Your nomination has been received subject to scrutiny. അടുത്ത നോമിനേഷൻ എന്റെയാണ് മാഡം. ഏതാ മണ്ഡലം? മാടമ്പള്ളി. മാടപ്പള്ളിയുടെ ജനനായകൻ പ്രതാപവർമ്മ കി ജയ്. വികസന നായകൻ കി ജയ്. പ്രതാപവർമ്മ 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 കി ജയ്. എന്താ? ഞാന് ആപ്ലിക്കേഷൻ പിന്നെ സമർപ്പിച്ചോളാം. പൊടിയാടി സാറേ. പ്രതാപവർമ്മ കി ജയ്. 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 എന്താണെന്താ നോമിനേഷൻ സമർപ്പിക്കുന്നില്ലേ? ഒരു അപശകുനം. നാളെ സമർപ്പിക്കാന്ന് കരുതി. ആരംഭിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുകയാണോ? ഇത് ധർമ്മയുദ്ധമല്ലേ പ്രതാപ് വർമ്മേ? ധർമ്മത്തിന്റെ സനാതനമായ നിലനിൽപ്പിന് വേണ്ടി ഈ അനന്തംപിള്ള എന്തും ചെയ്യും. ഇലക്ഷൻ പ്രമാണിച്ച് അനന്തൻ എന്തും ചെയ്യുമെന്ന് ഈ പ്രതാപവർമ്മയ്ക്ക് അറിയാം. തുടങ്ങിക്കോ, ഞാൻ തയ്യാറാ. അല്പം നാടകീയമായി പറഞ്ഞേക്കാം. കിഴക്ക് സൂര്യൻ ഉദിച്ചു, അന്ധകാരം അവസാനിച്ചു. എന്നാ യഥാർത്ഥ ഇരുട്ട് ഇപ്പോഴാ തുടങ്ങുന്നത്. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന ഈ വിധി ചരിത്രത്തിൽ കുറിക്കപ്പെടും. ആനന്ദമുള്ള ചമ്മി നാറി വരുന്നുണ്ട്. പാവം ഭയന്നു പോയി കാണും. നിക്ക് സാറേ, അങ്ങനെ പോവല്ലേ. എന്താടാ ചോദിക്കട്ടെ? എന്താടാ ഇത്ര ചോദിക്കാനുള്ളേ?